യൂറോപ്പിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ മലയാളി സുഹൃത്തുമായിട്ടുള്ള സംഭാഷണം. അദ്ദേഹത്തോട് ഇസ്ലാമോഫോബിയ അല്ല നമുക്ക് വേണ്ടത്, പാശ്ചാത്യ രാജ്യങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് ഇമിഗ്രേഷൻ അല്ല എന്നും ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ചുമൊക്കെ ഞാൻ ആ സംഭാഷണത്തിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ നല്ലൊരു സ്നേഹമുള്ള സഹോദരിയുള്ള നല്ല കത്തോലിക്ക സഭയിലെ വിശ്വാസിയായ ഒരു ക്രിസ്ത്യൻ സുഹൃത്താണ്. അദ്ദേഹത്തോട് യേശു ക്രിസ്തു ബൈബിൾ ഖുറാനിൽ എന്നുള്ള വിഷയത്തിൽ തുടങ്ങി ലോകത്തിലെ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇസ്ലാമോഫോബിയ, പരസ്പര സാഹോദര്യത്തോടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങൾ ജീവിക്കുന്നതിൻ്റെ ആവശ്യകത, അതോടൊപ്പം ഏറ്റവും പ്രാധാന്യം ക്രിസ്ത്യൻ ജനസമൂഹത്തിൻ്റെ ജനസംഖ്യ കുറയുന്നു. നമ്മൾ ഹിന്ദുക്കളെ പോലെ തന്നെ കുറയുന്നു. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രമല്ല, സൗത്ത് കൊറിയയിലെയും ജപ്പാനിലെയും ഒക്കെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അല്ലാതെ മുസ്ലിങ്ങളുടെ മെക്കിട്ട് കയറുക അല്ല എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തതാണ് ഈ വീഡിയോ. അല്ലെങ്കിൽ അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയുള്ള സംഭാഷണം കേട്ടിരിക്കുന്നത് നല്ലതാണ്. കാര്യം യൂറോപ്യൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും ക്രിസ്ത്യൻ സഹോദരങ്ങളുടെയും മനസ്സിലും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ മനസ്സിലും ചെറിയൊരളവ് വരെ ഇതിൻ്റെ അതിശയോക്തിവൽക്കരിച്ചപ്പെട്ട വേർഷനാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഒക്കെ അവിടുത്തെ ഒരു ക്രിസ്ത്യൻ വലതുപക്ഷവാദമായി ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഒരു അമ്മച്ചിയുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം, ആ എണ്ണത്തിൽ മുസ്ലിം സമൂഹം നോർമലും ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കുറയുന്നതുമാണ്. അപ്പോൾ ഈ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ മനസ്സിൽ കിടക്കുന്ന പ്രശ്നം. അത് തികട്ടി ഇസ്ലാമോഫോബിയ ആയിട്ടും മൈഗ്രൻ്റ് വിരുദ്ധതയായിട്ടും ഏഷ്യൻ വിരുദ്ധതയായിട്ടും ഒക്കെ പലപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വരുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ, സാമൂഹിക, ആത്മീയ മേഖലകളെക്കുറിച്ചുള്ള സമഗ്രമായൊരു സംഭാഷണമാണ് കേൾക്കുക. കൊടുക്കുമ്പോഴേ നമുക്കൊരു ഭയങ്കര വിഷമാണതേ. മാർപ്പാപ്പ ആരാ തേജോധം ചെയ്ത്? തേജോവധം മീൻസ് അങ്ങനെ വിട്ടുകൊടുക്കുമ്പോ അവര് ഇങ്ങനെ പറയാണ്, ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതാണ്, ഇതൊരു പബ്ലിക്കായിട്ട് ഇതായി ചെയ്യാൻ വേണ്ടിട്ടല്ല. എനിക്ക് എന്റെ ഒരു വിഷമാണത്. പറയണം. മാർപ്പാപ്പ ആരാ തേജോ? ഞാൻ മാർപ്പാപ്പയുടെ വലിയൊരു ഫോളോവർ ആണ്, അതുകൊണ്ടാണ് ചോദിച്ചത് മാർപ്പാപ്പ ആരാ തേജോധം ചെയ്തത്. അപ്പൊ ഞാൻ ആ മാർപ്പാപ്പയുടെ ആ ഒരു ടോപ്പിക് എടുത്തിട്ട് പറയേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു ശരിക്കും. അയ്യോ, മാർപ്പാപ്പയല്ലേ അതോറിറ്റി? ഓക്കെ, പക്ഷെ ആക്ച്വലി അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ശരിക്കും മാർപ്പാപ്പ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഗത്തിനെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ഒരു തലത്തിൽ സംസാരിച്ചേ പറ്റൂ. നമുക്കിപ്പോ അവരോട് പറയാൻ പറ്റുമോ, നിങ്ങളുടെ ആ ഒരു തിയോളജി ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമുക്കൊരു ശത്രുതയല്ല അവരോട് ഉണ്ടാവുന്നത്. നമ്മൾ അവരോട് അങ്ങനെ സംസാരിക്കും. അപ്പൊ മാർപ്പാപ്പ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്കാണ് നിങ്ങളുടെ റൂട്ട്, നിങ്ങൾക്ക് എല്ലാം നിങ്ങളെ അവിടെയാണ് രക്ഷ. ആ ഒരു അങ്ങനെയല്ല മാർപ്പാപ്പ പറയണത്. നോസ്ട്രാ അറ്റേറ്റെ വളരെ വ്യക്തമായിട്ട്, അതായത് 5 വർഷം കൊണ്ടാണ്, 1960 മുതൽ ഏകദേശം 5 വർഷം വർക്ക് ചെയ്തിട്ടാണ് ഈ നോസ്ട്രാ അറ്റേറ്റെ എന്ന് പറയുന്ന വത്തിക്കാന്റെ ഔദ്യോഗിക ഡോക്യുമെന്റ്. എന്റെ ബ്രദറെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഒരു 600-700 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇവരുടെ ഇടയിലൊക്കെ ജീവിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ഓൾറെഡി ദുബായിൽ ഒരു 23 വർഷം ഞാൻ അറബിക് കൺട്രിയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പോളണ്ടിലായിരുന്നു, യൂറോപ്പിലായിരുന്നു. എനിക്കറിയാം ഇവരുടെ ഇടയിൽ ഇപ്പൊ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇവിടെ തന്നെ ഇപ്പൊ മാൾട്ടയിൽ തന്നെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്കറിയാം. ഇന്റേണലി ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതുകൊണ്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ എന്താ പറയാ, പബ്ലിക്കലി നമുക്ക് ഇറങ്ങി പറയാമല്ലോ. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, ഇത് നാളൊരു എന്താ പറയാ, ഒരു പീസ്ഫുൾ കൺട്രിയാണ് മാൾട്ട. ഇവര് എന്തൊക്കെ ചെയ്യണമെന്നറിയാം രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കംപ്ലീറ്റ് കാത്തലിക് കൺട്രിയാണ്, ഫുൾ കാത്തലിക് ആണ്. പക്ഷെ ഇവരുടെ ഇൻവോൾവ്മെന്റ് ബ്രദറിന് അറിയും. ബ്രദർ ചെയ്യുന്ന നല്ലതാട്ടോ, ബ്രദർ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇവരൊരു ഒരു 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 മെൽട്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇവർ അങ്ങനെ വരുന്നൊരു ടീമല്ല. ഇവരുടെ ഒരു ടീം മൊത്തം വർക്ക് ചെയ്യുന്നത് വളരെയധികം എന്താ പറയാ, എങ്ങനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ദേശത്തിനെ. പോളണ്ടിൽ ഞാൻ ഉണ്ടായിരുന്നു 3 വർഷം. ഞാൻ ഈ ആത്മീയ മേഖലയിലൊക്കെ ആയതുകൊണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടും, അല്ലാതെ ഞാനിത് പബ്ലിസിറ്റി ചെയ്യാനോ ഒന്നുമല്ല. പക്ഷെ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ബ്രദറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ എനിക്കിഷ്ടം. ബ്രദർ ആദ്യമൊക്കെ ഭയങ്കര ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, ഇസ്ലാമിന് വേണ്ടി സംസാരിക്കും, മുസ്ലിമിന് നല്ലതാ. ഇവർക്ക് കൊടുക്കുന്ന നല്ലൊരു ബ്രദറിന് ഉപയോഗിക്കുന്നതാ ദൈവം കേട്ടോ, സത്യമായിട്ട്. കാരണം തിരുത്താൻ പറ്റുന്നുണ്ട്, ബ്രദറിനെ ദൈവം ഉപയോഗിക്കുന്നതുകൊണ്ട് തിരുത്താൻ പറ്റുന്നുണ്ട്, പെർഫെക്റ്റ് തിരുത്താൻ പറ്റുന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടയിലും ക്രിസ്ത്യാനികളുടെ ഇടയിലും തീവ്രസ്വരക്കാരില്ലേ?
അതേപോലെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഞാനൊരു കാണാം. സത്യം പറയട്ടെ സത്യം പറയട്ടെ ഞാനൊരു തൃശ്ശൂര് ജനിച്ചിരുന്നത്. ഞാൻ എൻ്റെ ചുറ്റും അമ്പലവും മുസ്ലിം പള്ളിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി. ഞാൻ ദേവീക്ഷേത്രത്തിൽ പോയിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ RSSൽ ഇൻവോൾവ് ആയിരുന്ന വ്യക്തി. RSS കാരനല്ല കേട്ടോ. പണ്ട് എനിക്കിങ്ങനെ ഒരു ക്രേസ് വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ അവർ പിള്ളേരൊക്കെ, പക്ഷെ അവരിലും മിസ്യൂസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ബ്രദറിന് അറിയൂ, എനിക്കറിയാം. കാരണം ഞാൻ ഇങ്ങനെ എന്താ പറയാ, അവരുടെ കൂടെ നടക്കുമ്പോൾ അതിൽ പല ടീമുകളും എന്നെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നു. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഹിന്ദുക്കളാണ്. നല്ല ആൾക്കാരുണ്ട്, മേനോന്മാരുണ്ട്, അതുപോലെ ബ്രാഹ്മണന്മാരുണ്ട്, ചോമാര്, ഇഴവരുണ്ട്, അങ്ങനെ പല വ്യക്തിത്വങ്ങളുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കി കൊടുത്തു ഒരു വിസ്ഡം അവരുടെ കുറവ് അവർക്ക് അവരിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ അത് അവരുടെ മനസ്സിലാക്കാൻ, കാരണം ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ടില്ല, ആ ഒരു റേഞ്ചിലേക്ക് അവർ വരാത്തത് കൊണ്ടാണ് അവർ ആ തലത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രസിഡന്റ് അബ്ദുൽ കലാം അവരിൽ നിന്നല്ലേ വരുന്നത്. അത് ഏറ്റവും ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തെ നമ്മളെടുത്ത് കാണല്ലേ പറയാം. കാരണം അവർ ആ വിസ്ഡത്തിലേക്ക് വീഴുന്നോണ്ടാണ്. ഇതിപ്പോ ഈ അതിൽ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറിന് അറിയില്ല. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഞാൻ ആയിരിക്കുന്ന ദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ബ്രദർ അവരുടെ കൂടെ നിൽക്കുന്നതിനും അവർക്ക് വേണ്ടി സംസാരിക്കുന്നതിനും. അത് തിരുത്തപ്പെടുമ്പോ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ട് ബ്രദറിലൂടെ. ബ്രദർ ഇങ്ങനെയുള്ള ടോപ്പിക് എടുത്തിരുമ്പോ ഇപ്പൊ പലരും അതിന് ഇതേപോലെ ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, അവരുടെ ഇടയിൽ അങ്ങനെ തീവ്ര സർക്കാരുണ്ടെങ്കിൽ തിരുത്തുന്നത് നല്ലതാ, പക്ഷെ നമ്മുടെ ഇടയിലും ഇല്ലേ തീവ്ര സ്വരക്കാരുണ്ടെങ്കിലും ഒന്നിനും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും ഇപ്പൊ ഹൈന്ദവരായാലും അവരിലേക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ആവുന്നതിലുള്ള ഒരു ഹിന്ദുക്കളും ആദ്യം ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. നമ്മൾ ഈ കുറച്ച് ഈ തീവ്രമായ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കാരണം തന്നെയാണ് എനിക്ക് എന്താ പറയാ, ഞാൻ സംസാരിക്കുമ്പോ മലയാളത്തിലൊക്കെ കുറച്ച് ഇതുണ്ട് കേട്ടോ. കാരണം കുറെ കാലമായി ഇത്, പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പ്രാസപ്പ് വെച്ച് സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ അതുകൊണ്ട് ബ്രദർ ഇത് റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നമുക്ക് ഭയങ്കര ഒരു പെയിനോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനല്ല, എന്റെ ഏക ചോദ്യം, നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ കൊന്നത് ഒരു ക്രിസ്ത്യാനിയല്ല, മുസ്ലിം അല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഒരു തീവ്ര ഹിന്ദുത്വവാദിയല്ലേ. എല്ലാ കാലത്തും എല്ലാ മതങ്ങളിലും മോശം ആൾക്കാരില്ലേ. ബ്രദറെ, ഞാൻ പറയുന്നത് അത് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവർ കോമൺ ആയിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ഹിന്ദു പോയിട്ട് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അവർ അതിനു വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നില്ല. അവർ അതിനുവേണ്ടി പണം ചെലവാക്കുന്നില്ല. അവർ വിശ്വാസത്തെ വളർത്താൻ വേണ്ടി ചിലപ്പോൾ ശരിയാണ് ഇവിടെ, എന്നാലും ഇവിടെയൊന്നും മാൾട്ടയിലോ പോളണ്ടിലോ അവർക്കൊരു അമ്പലം വേണമെന്നോ ഒരു പള്ളി വേണമെന്നോ ഒരു ദേവീക്ഷേത്രം അങ്ങനെ ഒന്നും ഇവർ ആരോട് ചോദിക്കാനോ പറയാൻ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പല രാജ്യങ്ങളും. അവര് പരിശ്രമം കൊണ്ട് പറയാം. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരിപ്പോ മാൾട്ടയിൽ ഇലക്ഷൻ നടക്കാണ്. ഇവർ കൊണ്ടുവച്ച പേപ്പർ എന്തെന്നാ ഇവർ കൊണ്ടുവച്ചിരിക്കണം, ഞങ്ങൾക്ക് ഇവിടെ പള്ളി വേണം, അത് വേണം. പക്ഷെ ഇവിടുത്തെ രണ്ട് നേതാക്കളും ഇതിന് എതിരായതുകൊണ്ട് ഇവിടെ ഓൾറെഡി ഞങ്ങൾക്ക് വിശ്വാസവും സമാധാനവും ഉണ്ട്, ഇനി വേറെ ഒന്നും വേണ്ട. പക്ഷെ എന്നിട്ടും ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും, ഇവരിപ്പോൾ നാഷണൽ പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയും നേതാക്കന്മാര് പറഞ്ഞത് ഇതിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തവരെ അവരുടെ അവരുടെ ആ റിക്വസ്റ്റിനെ. പക്ഷെ ഈ പോളണ്ടിലും ഇതേപോലെ തന്നെ ഇവർ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായി പല രീതിയിൽ. ഇപ്പൊ ലുല്ലു സെന്റർ നല്ലൊരു മനുഷ്യനാണ് യൂസഫ് അലി സാറ്. പക്ഷെ ആൾക്ക് പോലും അവിടെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അത് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഇപ്പൊ ജർമ്മനിയിൽ സംഭവിച്ച പോലെ, അല്ലെങ്കിൽ നോർവേയിൽ സംഭവിച്ച പോലെ, ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്ന പോലെയൊക്കെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാതെ സമയം വേണ്ട. കാരണം ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു കാത്തലിക് കൺട്രിയാണ്. ജർമ്മനിയിൽ എന്ത് സംഭവിച്ചു? ജർമ്മനിയിൽ സംഭവിച്ചത് ക്രിസ്മസിന് അറ്റാക്ക് നടത്തിയതൊന്നും അറിയില്ല. അവരുടെ അറ്റാക്ക് ഒന്നും നടന്നത് ജർമ്മനിയിൽ 3.5% മുസ്ലിങ്ങളല്ലേ ഉള്ളൂ. 3.5% മുസ്ലിമുകളിൽ ബെർലിനിൽ വന്ന് താമസിക്കും. കുറച്ചു നാൾ ബെർലിനിൽ വന്ന് നിൽക്ക്. അവിടുത്തെ ഡ്രൈവർമാരും അവരും കാണിച്ചു കൂട്ടുന്ന ഒരിക്കലും ബ്രദറിനറിയോ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്കൊരു സംവാദ രൂപത്തിൽ പോവാമോ? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം, അവരെന്തിനാ ക്രിസ്മസിന് അറ്റാക്ക് ചെയ്യുന്നത്? അവരും ഏറ്റവും ആദരവോടെ കാണുന്നതല്ലേ യേശു ക്രിസ്തുവിനെ.
ഈ കോണ്ടെക്സ്റ്റിലല്ലെങ്കിലും യേശുക്രിസ്തുവിനെ ഏറ്റവും ആദരവോടെ കാണുകയും അമ്മ മേരിയെയും ആദരവോടെ കാണുന്ന അവർ എന്തിനാ അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്മസിന് അറ്റാക്ക് ചെയ്യുന്നത്? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അവർ ആദരവോടെ കാണുന്നൊന്ന് ഈ അവർക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, അവരുടെ ഒരു സർക്കംസ്റ്റാൻസ്, ഇപ്പൊ ഇന്ത്യ എന്ന ദേശത്ത് ജീവിക്കണമെങ്കിൽ ഈ ആദരവ് അവർക്ക് കാണിക്കണം. പക്ഷെ അവരുടെ ഇന്റേണൽ, അവരുടെ മൈൻഡിൽ ഒരു തരത്തിലും അമ്മ മാതാവിനോട് ആദരവുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയാം. കാരണം അവർക്ക് ആ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും അവരമ്മ എന്ന നിലയ്ക്കുള്ളത്. പക്ഷെ ദൈവപുത്രനോട് അവരുടെ ആ കോൺസെപ്റ്റ് മൊത്തം അവരുടെ മാറിക്കിടക്കുന്നുണ്ട്. അവരൊരിക്കലും അത് അംഗീകരിക്കാത്തതാ. അത് ഒരിക്കലും ഞാൻ അവര് ഖുറാൻ ഫോളോ ചെയ്യുന്നവരാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അല്ലേ? നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഖുറാൻ ഫോളോ ചെയ്യുന്നവരാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഖുറാൻ ഫോളോ ചെയ്യുന്നതിൽ ഖുറാനിലുണ്ടോ ക്രിസ്തു പാപികൾക്ക് വേണ്ടി ഇല്ല, ദൈവശാസ്ത്രപരമായ വ്യത്യാസമല്ലേ ഉള്ളൂ. പക്ഷേ ക്രിസ്തു അല്ലേ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പ്രവാചകരിൽ ഒരാളും ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തുള്ളത് യേശുവിനോടാണെന്ന് നോക്കിയല്ലേ മുഹമ്മദ് പറയുന്നത്. ഏറ്റവും ക്രിസ്തുവിനെ ആദരിക്കുന്ന ഒരു ഗ്രന്ഥമല്ലേ നമ്മുടെ ഖുറാൻ. അതിൽ പറയുന്ന ഏക സ്ത്രീ, ഏക വനിതാരത്നം അമ്മ മേരിയാണ്. എന്റെ ബ്രദറെ, ഇത് എന്താ സംഭവം എന്നറിയോ? ഇവർക്ക് കിട്ടിയത് ക്രിസ്തുവിന്റെ സംഭവങ്ങളെ പൂർണ്ണമായിട്ടും അവര് ആ പഴയ നിയമത്തിന്റെ ആ രീതിയാണ് അവരുടെ ജീവിത രീതി തന്നെയാണ്. ഞാൻ ഈ അറബിക് വീടുകളിലൊക്കെ എനിക്ക് ഇപ്പോഴും അറിയാം, നമ്മൾ ഒരു ഡെവലപ്മെന്റ് അവരുടെ ജീവിതത്തിൽ വരുന്നില്ല. അവരുടെ ജീവിതവും അവരുടെ പഴയ സ്റ്റൈലും, 4 കല്യാണം ആയാലും, പിന്നെ അവരുടെ വീടിനകത്തായാലും, അവരുടെ വിവാഹങ്ങളായാലും. ഇപ്പൊ പാകിസ്ഥാനിലോടൊക്കെ പോയി കഴിഞ്ഞാൽ സ്വന്തം ഇളയച്ചന്റെ മോളെ കല്യാണം കഴിക്കും അവര്. എന്റെ കൂട്ടുകാരനുണ്ട് ഷാഹിദ്, സ്വന്തം ഇളയച്ചന്റെ മോളെ, അതുപോലെ അവന്റെ അപ്പം കല്യാണം കഴിച്ചിരിക്കുന്നത് സ്വന്തം ഇളയച്ചന്റെ മോളെ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഈ മുറച്ചെറുക്കനും മുറപ്പെണ്ണും എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ പോലും ഇല്ലേ ഇപ്പോഴും? അല്ല, മുറച്ചെറുക്കനും മുറപ്പെണ്ണും ഒക്കെ അതൊക്കെ മാറി തുടങ്ങി. അതിന്റെ ഇത് ഇവർ ഈ ബൈബിളിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നെങ്കിൽ, ഈ ബൈബിളിനെ ഫോളോ ചെയ്യുന്നവരായിരുന്നെങ്കിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇവരിൽ നിന്ന് പോയാന്. പക്ഷെ ഇവര് ആ ഖുറാന്റെ പഴയ ആ ഒരു സ്ട്രക്ചർ വെച്ച് അവർക്ക് കിട്ടിയ കുറച്ച് ചിന്തകളും അതും വെച്ചിട്ട് മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൽ കിട്ടിയ ഒന്നാണ് ഈസ എന്നുള്ളത്. അതിൽ പഴയ നിയമത്തിൽ എഴുതി വെച്ച വരാനിരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അവരുടെ ആ ചിന്തകളും അത് നടന്നിട്ടില്ല എന്നുള്ളതും ഒക്കെ. പക്ഷെ ആ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നതിൽ ഒരിക്കലും നമുക്ക്. താങ്കൾ പോലും ഇപ്പൊ 1 മിനിറ്റ് മുമ്പ് സമ്മതിച്ചത് അമ്മ മേരി അവർ വലിയ രീതിയിൽ കാണുന്നുണ്ടെന്നല്ലേ? അമ്മ മേരിയുടെ മകനല്ലേ യേശു? ഞാൻ പറഞ്ഞ സ്ത്രീയാ, അല്ല, അമ്മ മേരി എന്ന് പറയുമ്പോ അത് പരിശുദ്ധ കന്യകാമറിയത്തെ അവർക്ക് ഒരു ഭയമാണ്, പേടി. ഭയം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് പല കാരണം ശക്തി അവർക്കറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂറോപ്പില് അല്ല അമ്മ, ഞാൻ എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ, കത്തോലിക്കനാണോ താങ്കള്? അതെ, കാത്തലിക്കാണ്, പക്ക കാത്തലിക്കാണ്. അപ്പം പക്ക കാത്തലിക്കായ ആള് പോപ്പിനെ ഫോളോ ചെയ്യേണ്ട ആളല്ലേ? സംശയമില്ലല്ലോ. പീറ്ററിന്റെ ലോകത്തിലെ പ്രതിനിധിയല്ലേ പോപ്പ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വേദന പറഞ്ഞത്, അങ്ങനെ പറഞ്ഞത്. കാരണം പോപ്പ്, ഞാൻ പറഞ്ഞില്ലേ, മാർപ്പാപ്പ എപ്പോഴും പറയുമ്പോൾ ഞങ്ങൾ കാത്തലിക്സ് പറയുന്നത് എന്താണ്, ഇവരാരും ഞങ്ങൾ മാറ്റി നിർത്തുന്നില്ല എന്ന്. നമുക്കറിയാം നാളെ ഇവർ ഈശോയുടെ സ്വന്തം മക്കള്, ഒരു ഇടയനും ഒരു തൊഴുത്തുമായിട്ട് മാറേണ്ടതാ. ബ്രദർ, ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ ബ്രദർ ആ കാഴ്ചപ്പാടിലൂടെ പോണെന്ന് എനിക്ക് മനസ്സിലായിട്ട് അവർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി എങ്കിലും അതൊരു തോട്ട് കിട്ടിയോണ്ട്. ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഞാനൊരു 2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. പോപ്പിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, സംശയമില്ലല്ലോ. ഓഫ് കോഴ്സ്. പിന്നെ എന്താ സംശയം? അപ്പൊ പോപ്പ് ഔദ്യോഗികമായി ഒരുപാട് ഡിബേറ്റ് ചെയ്ത് 1960 മുതൽ 1965 വരെ ഇറക്കിയ ഫോർമൽ ഡോക്യുമെന്റ് ആണ്. അതായത് ഔദ്യോഗികമായി സഭയ്ക്കുള്ളിൽ ഇത്രയും ബിഷപ്പുമാരും കർദിനാൾമാരുടെയും ഇടയ്ക്ക് ഡിബേറ്റ് ചെയ്ത് അവസാനം ഇറക്കിയതാണ് ഈ നോസ്ട്രാ അറ്റേറ്റെ. അത് വായിക്കാൻ എപ്പോഴെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതെന്താണെന്നറിയോ? അതിന് ഞങ്ങൾക്ക് എന്തിനാണ് ഇതിനെ ഇപ്പൊ ഞാൻ എങ്ങനെ ബ്രദറിനോട് എക്സ്പ്ലെയിൻ ചെയ്യാം? എന്റെ പറയുന്നതിൽ ഈ സ്നേഹം എന്ന് വെച്ചാൽ, സ്നേഹം എന്ന് പറയുന്നതാണ് സഭയിൽ നിന്ന് വരുന്നത്. സഭ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്. ഇത് കാത്തലിക് കേട്ടോ, കാത്തലിക് സഭ എന്ന് പറയുന്നത്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിനെ ഫുൾ എടുത്ത് നോക്കുമ്പോൾ കാത്തലിക് എന്ന ഹൈറാർക്കി സിസ്റ്റത്തിൽ നിൽക്കുന്ന, അതിൽ ബാക്കി ഉള്ളതിലൊന്നും നമുക്ക് പറയാം ക്രിസ്ത്യാനിറ്റി ക്രിസ്തുവിനെ മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നതാണ്. കാത്തലിക് എന്ന് പറയുമ്പോൾ പിതാവ്, പുത്രൻ, അവരും അതുണ്ടെങ്കിലും ഈ വിശുദ്ധന്മാരുടെ എന്താ പറയാ, പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേ പിതാവ്, അതേപോലെ സകല അപ്പോസ്തലന്മാരും, പിന്നെ അതുപോലെ പ്രവാചകന്മാര്, രാജാക്കന്മാര്, ഇങ്ങനെയുള്ള എല്ലാവരെയും, സകല വിശുദ്ധര്,
അതേപോലെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്കുണ്ട്. അതേപോലെ അല്ല അതെല്ലാം ശരിയാണ്. പക്ഷെ ഞങ്ങൾ ചോദിച്ചതേ ഇത്രയും അതായത് ഈ സഭ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭൂമിയിൽ എന്താ യേശുവിന്റെ ഒരു സംഘടിത രൂപമാണ് അല്ലേ? ആ സഭ അതെ അതെ ആ ഈശോയുടെ സംഘടിത രൂപം തന്നെ ഈശോയുടെ ശരീരമായിട്ടാണ് അതെ ഞങ്ങൾ അതെ സോറി കാണുന്നത്. ശരീരം എന്നാ ഉദ്ദേശിച്ചത്. സംഘടിത രൂപമാർപ്പ് ഈശോയുടെ ശരീരമാണ്. ആ ആ ഈശോയുടെ ശരീരം ഔദ്യോഗികമായി പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്റിന്റെ നിലപാടുകളാണ് ഞാൻ പറയണേ. ഞാൻ പറയുന്നത് വേറെ ആരുടെയും നിലപാടല്ല, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടുകളാണ്. അതെ, പരിശുദ്ധ കത്തോലിക്ക സഭ അത് സഭയിലെ കുടുംബത്തിലെ അംഗങ്ങളോട് പറയുന്ന ഈ ഒരു സംഭവം അല്ല ഉദ്ദേശിക്കുന്നത്. അത് ബ്രദറിന് അതിന് ആഴം മനസ്സിലാവാഞ്ഞിട്ട് അത് അവർ പറഞ്ഞത് ഡെബിറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെയാണ്. അതില് ഇപ്പൊ തോമസ് അക്വിനോസ് സഭയുടെ ഏറ്റവും വലിയ പ്രബോധനത്തിന്റെ ആളാണ് തോമസ്. അവരൊക്കെ വ്യക്തമായി പോകുന്നുണ്ട് ഈ ഒരു വ്യക്തി ഒരിക്കലും അല്ല. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് കിട്ടിയ ഇങ്ങനെയൊരു ഈ ക്രിസ്തുവിന് ശേഷം ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരാൾ വരും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അത് അവർ പറയുന്നത് എങ്ങനെയായിരിക്കും? ഇത് അംഗീകരിക്കില്ല, ഇത് കുരിശിന്റെ കർത്താവിന്റെ കുരിശ് മരണം അംഗീകരിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് വിശുദ്ധ യോഹന്നാൻ പറയാണ്, അംഗീകരിക്കില്ല. അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. അത് വരുന്നത് ഈ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയിലൂടെ ഒരു ജനം വരും, അവർ ആധികാരികതയിലേക്ക് വരും, ഒക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ നമുക്ക് ഇതിനോട് എതിർക്കാന്നുള്ളത് പ്രാർത്ഥന, ഞങ്ങളുടെ ആയുധം പ്രാർത്ഥന, പ്രയർ ആണ്. ഇപ്പോഴാണ് ഡിബേറ്റ് ഒക്കെ ഞങ്ങൾ തുടങ്ങിയത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ശക്തമായിട്ട് അവർ അവഹേളിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ മാതിരി അനിൽ അയ്യപ്പനും ഈ നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നൊക്കെ പറഞ്ഞ ടീമുകളൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ണ്ടായിരുന്നില്ല. പിന്നെ ഇവരൊക്കെ ചെന്നപ്പോ നമ്മള് സഭ ഇതിനു വേണ്ടി ഇറങ്ങണില്ല, സഭ ഇതിനെ കുറിച്ച് ആൻസർ കൊടുക്കാനും പോവാറില്ല. സ്വതവേ ആരും എന്ത് പണിയിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ, എന്റെ ഒരു ഡൗട്ടേ, ഞാനല്ലേ സഭയുടെ നിലപാട് പറഞ്ഞത്? അനിൽകുമാർ അയ്യപ്പൻ യഥാർത്ഥത്തിൽ ഒരു തീവ്ര ക്രിസംഗിവാദമല്ലേ പറഞ്ഞത്? പരിശുദ്ധ വത്തിക്കാന്റെ ഔദ്യോഗിക നിലപാടിനെ പിൻപറ്റിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു സഭ എന്ന് പറഞ്ഞാൽ അതിന്റെ നിലപാടുകളാണല്ലോ. എന്റെ ബ്രദറെ ഞാൻ പറയുന്നത് അത് ഞാൻ പറയട്ടെ. ബ്രദർ പോയിട്ട് ഈസാ നബിയും അവരോടൊക്കെ ബ്രദർ ഇതിനെ കുറിച്ചൊരു വാക്ക് ചോദിക്കുമ്പോ ഈസാ നബി ഇതിന്റെ ടോപ്പ് ഇതിൽ പറയുന്നുണ്ടായിരുന്നു, എന്നോട് രാഹുൽ ബ്രദർ എന്തുകൊണ്ട് സഭയോട് ഇതിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചു. ഞാൻ ഒരുപാട് പേരോട് ഫീഡ്ബാക്ക് എടുത്താണ്. ഞാൻ ഒരാളോട് സംസാരിച്ചല്ല. ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക്, എനിക്ക് നോസ്ട്രാ അറ്റേറ്റെ അറിയാൻ വേറെ ആരെങ്കിലും പറഞ്ഞു തരണോ? ഞാൻ എത്രയോ TV ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. സഭയിലെ ബൈബിളിലെ സഭയിലെ പ്രബോധനങ്ങൾ പല രീതിയിലും പലരും കൈകാര്യം ചെയ്യുന്നുണ്ട് ബ്രദറെ. എല്ലാവരും പല രീതിയിലും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് ഉദ്ദേശിക്കണെന്നുള്ളത് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾക്ക് അറിയാം ഇവരെ കുറിച്ച്. ഈ കാലഘട്ടത്തിൽ ഇവരെ കുറിച്ച് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവർ കാണിച്ചു കൂട്ടുന്നത് ഈ ലോകത്തിന്റെ നാനാഭാഗത്ത് ഞാനിപ്പോ അവരെന്ന് പറയുന്ന മുസ്ലിങ്ങളല്ലേ? നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ചോദിച്ചത് ഔദ്യോഗികമായി സഭയുടെ നിലപാടല്ലേ ഞാൻ പറയണേ. ഞാൻ അവരെ എന്ന് പറയുമ്പോ ബ്രദറെ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. കാരണം അത് മനസ്സിലാക്കാവുന്ന സത്യങ്ങളാണ് ഇതൊക്കെ. ബ്രദറിന് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ലോകത്ത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ തന്നെ 47-ഓടുകൂടി ഇവരുടേതായ ഒരു സംഭവം സൃഷ്ടിച്ചെടുക്കുന്നൊക്കെ ഇവര് പറഞ്ഞു. നമ്മുടെ ഇപ്പൊ വരാൻ പോകുന്നത് 47 100 വർഷം തികയുമ്പോ. അപ്പൊ ഇവര് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരെന്ന് പറഞ്ഞാലേ ഇത് ആദ്യം മനസ്സിലാക്കേണ്ടതേ, ഇവരെന്ന് പറഞ്ഞാൽ ഒരു ഏകശിലാത്മകമായ ഗ്രൂപ്പ് അല്ല. ക്രിസ്ത്യാനികളിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ തീവ്ര ഗോഡ്സേവാദികൾ ഉള്ളതുപോലെ മുസ്ലിങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, ക്രിസ്ത്യാനികളിൽ തീവ്ര ക്രിസംഗികളുണ്ട്. ഇങ്ങനെ എല്ലാ വിഭാഗത്തിലും തീവ്രതയുള്ള ആൾക്കാരുണ്ട്. ഈ എല്ലാ മുസ്ലിങ്ങളും ഒരേപോലാണ് ചിന്തിക്കുന്നതെന്നാണോ നമ്മൾ കരുതുന്നത്? അതെ ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, വളരെയധികം സുഹൃത്ത്. അപ്പൊ ഞങ്ങള് ഞാനിവരെ മെഷർ ചെയ്യാനായിട്ടൊന്നല്ല, നമുക്കിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിലും ഓരോ വ്യക്തിയിലും ഇപ്പൊ ഇവരിപ്പോ നമ്മളിപ്പോ ആരിഫ് ഹുസൈൻ ഇപ്പൊ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് ഒരു വിസ്ഡം കിട്ടി, കറക്റ്റ് സ്ലോട്ട് അവരുടെ ആ കറക്റ്റ് സ്ലോട്ട് കിട്ടി അവർക്ക് ഇത് ശരിയായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കിയത്. പുള്ളി ഖുറാൻ കത്തിക്കണമെന്ന് പറയുന്നതാണ്. നാളെ ബായിക്ക് ഇഷ്ടപ്പെടുവോ ആരെങ്കിലും ബൈബിൾ കത്തിക്കണമെന്ന് പറഞ്ഞാൽ? എന്റെ ബ്രദർ ബൈബിൾ എത്ര പേര് കത്തിക്കണേ? അത് ശരിയാണോ? ബൈബിൾ അങ്ങനെ ആരെങ്കിലും കത്തിക്കണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ പോയി തടയും. ഞാൻ കായികമായി പോയി തടയും. ബൈബിള് നമ്മുടെ ഇന്ത്യയിൽ ആരെങ്കിലും അങ്ങനെ ബൈബിൾ കത്തിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, കത്തിച്ചില്ലേ ബ്രദർ? ആരാ കത്തിച്ചു? മുസ്ലിം കത്തിച്ചില്ലേ? എവിടെ ബ്രദർ അറിഞ്ഞില്ലേ സംഭവം? എവിടെ കത്തിച്ചത്? പറയൂ, എവിടെ കത്തിച്ചത്? എവിടെയാണ്? പറയൂ, പറയൂ. ഈ രൂപം എന്താണ് സ്ഥലത്തിന്റെ പേര്?
എന്റെ ബ്രദർ ഞാനത് പറയണം, എവിടെ എത്തിച്ചത്? യൂട്യൂബിൽ ഞാൻ എനിക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. ബ്രദർ ഒന്ന് അന്വേഷിച്ചോളാം ബ്രദർ. ഏ, സെലക്ട് ഭായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമേ, ഒരു മുസ്ലിമിന് ബൈബിള് കത്തിക്കാൻ പറ്റില്ല. കാര്യം അവൻ വിശുദ്ധ ഗ്രന്ഥമായി കാണുന്ന ഒരു പുസ്തകമാണ് ബൈബിളും. അവൻ വിശ്വസിക്കുന്നത് ബൈബിളിനോട് ദൈവശാസ്ത്രപരമായി വ്യത്യാസമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവും അമ്മ മേരിയും ബൈബിളും ഒക്കെ പവിത്രമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നയിച്ചതാണെന്നോ അവർ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബ്രദറിനോട്. ബ്രദർ ശരിക്കും ഏത് റിലീജിയനാണ്? ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു ആക്ടിവിസ്റ്റാണ്, ഗാന്ധിയനാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 10 വർഷം ഫൈറ്റ് ചെയ്ത് ജയിലിൽ കിടന്ന വ്യക്തിയാണ്. എന്നെ അല്ലാതെ ബാക്കി ആരെങ്കിലും ശബരിമല കേസിന് ആദ്യം അറസ്റ്റിലാകുന്നത് ഞാനും എന്റെ മുത്തശ്ശി അമ്മയൊക്കെയാണ്. ഇടപെടുമ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാ, ബ്രദർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുപാട് നന്മ ചെയ്യാൻ ബ്രദർ ആഗ്രഹിക്കാം. പക്ഷെ ഈ നിസാര കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞാൻ തിരിച്ചു പറയട്ടെ, ഞാനാണ് യേശുക്രിസ്തുവിന്റെ നിലപാടുകൾ, അല്ല യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉയർത്തിയ ദർശനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയ നിലപാടുകൾ പറയുന്നത്. കാരണം ഇസ്ലാമോഫോബിയ ക്രിസ്തു വിരുദ്ധമാണ്. ഇസ്ലാമോഫോബിയ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിനെതിരല്ലേ? ഇത് മനസ്സിലാക്കിയോണ്ടല്ലേ പോപ്പ് പള്ളികളിലേക്ക് പോകുന്നത്. അതുകൊണ്ടല്ലേ അങ്ങ് കത്തോലിക്കനല്ലേ? പോപ്പ് സെയിൻറ്റ് ജോൺ പോൾ ഒരു പരിശുദ്ധ ഖുറാൻ കിസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എല്ലാരെയും നമ്മൾ സ്വീകരിക്കണമെന്നുള്ള സന്ദേശം തരാനല്ലേ? അതാണ് ബ്രദർ, അതാണ് സത്യം. എല്ലാരെയും ക്രിസ്ത്യാനിയാക്കണമെന്നല്ല, എല്ലാരെയും അവരവരുടെ മതങ്ങളിൽ തന്നെ വെച്ച് സ്വീകരിക്കണമെന്നുള്ള. നമ്മുടെ നാട്ടിലെ അമൃതാനന്ദമയ്യെ വരെ പോപ്പ് ഫ്രാൻസിസ് വിളിച്ചുകൊണ്ട് പോകുന്നതും ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ വണ്ടി വിട്ടുകൊടുക്കും. ഗസയിലെ മുസ്ലിം കുട്ടികളാണല്ലോ. എന്റെ ബ്രദർ, നമ്മള് ആ ഒരു മനോഭാവത്തിൽ അങ്ങനെ ജീവിച്ചു വന്നൊരു വ്യക്തിത്വങ്ങളാണെന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഈ പഠനം ഉണ്ടല്ലോ, ഇവരുടെ ഈ പറഞ്ഞ മാതിരി പഠനങ്ങള് ഇവർ ഇങ്ങനെയാണ് എന്നുള്ള പഠനം ഓരോ കുട്ടികളിലും ഓരോ വ്യക്തിത്വങ്ങളിലും അത് പണ്ട് ബ്രദറിന് അറിയോ, എൻ്റെ അമ്മ വീട് വലപ്പാടാണ്. ഒരുപാട് മുസ്ലിംസ് ഉള്ള ഈ യൂസഫ് അലിയുടെ നാടിന് അടുത്ത് തന്നെയാണ് ഒരുപാട് മുസ്ലിംസ് ഉള്ള. ഈ ഒരു തോട്ട് അവർക്ക് അറിയില്ലായിരുന്നു ബ്രദറെ. ഈ പഠനം എന്താ മാറാൻ കാരണം? ഇതെന്താ മാറാൻ കാരണം ഇത് മാറാൻ കാരണം ബ്രദറെ, ഈ ഒരു പഠനം ഇവരുടെ ഈ ഖുറാൻ എന്താന്ന് ഇവർക്ക് ശരിക്കും അറിയില്ലായിരുന്നു സത്യത്തില്. കാരണം ഇവര് പങ്കുവെക്കുക, വീട്ടിൽ വന്ന് ഭക്ഷിക്കുക. പിന്നെ ഇവര് ആ ഒരു രീതിയല്ല ഇവര് ഭക്ഷിക്കാൻ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു കല്യാണം ഉണ്ടെങ്കിൽ പോലെ, എന്റെ വീട്ടില് കല്യാണം, അപ്പുറത്ത് അഹമ്മദക്കടെ വീടാ. ആ കുടുംബം പണ്ട് അവിടെയുള്ള എല്ലാ വീട്ടുകളിലും പോയി അവരുടെ ഉമ്മയും അവരുടെ ഉമ്മ പറയാണ്, ഇതൊക്കെ കഴിക്കാമായി ഞങ്ങൾ വന്നിട്ടുള്ളതാ, ഇപ്പൊ ആർക്കും ഇവിടെ കഴിക്കണമെന്ന് താല്പര്യം. ഉമ്മ അത് അറിയാണ്ട് പറഞ്ഞു. കാരണം ഉമ്മയ്ക്ക് ഇതൊന്നും അറിയാം. പിന്നെ അള്ളാന്ന് വിളിച്ച് ഉമ്മ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ആഴം മക്കള് അള്ള ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവിടെ എന്താ പറയാ, അവിടെ ഇവരുടെ ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്ത്, കുഞ്ഞുങ്ങൾക്കും ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഒന്ന് നോക്കി ചിരിക്കാനോ ഒന്ന് എന്താ പറയാ, ആ ഒരു രീതിയിൽ കാണാനൊന്നും ഇവർക്ക് കഴിയുന്നില്ല. ഞാനത് വ്യക്തമായിട്ട് പറയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറെ, എനിക്കറിയാം. കാരണം ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ഇത് ഭയങ്കര അകലച്ചയാണ് വന്നിരിക്കുന്നത് ഇവരില്. ഭയങ്കര നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഇവരിൽ അകലച്ച വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അകലച്ച ആരിലേക്ക് വരും? നമ്മളിലേക്കും വരും. എന്താ അങ്ങനെ ഒരു മുസ്ലിങ്ങൾ അകലം പാലിക്കുന്നതെന്ന് അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഞാൻ പറയാം, അവരുടെ വിശ്വാസത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ബോധ്യങ്ങള് ഇപ്പൊ നാട്ടില് തന്നെ ഇപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കണം. ബ്രദർ ഒന്ന് ശരിയാണ്, സമന്വയിപ്പിക്കാനും ഇതിനെ ഒന്നിപ്പിക്കാനും ബ്രദർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി രാഹുൽ ഈശ്വർ ചെയ്യുന്ന. എനിക്ക് ഒരു 50 വയസ്സുണ്ട്. ഞാൻ എന്നാലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഭയങ്കര ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങളെ കാണാനും അതുപോലെ സംസാരിക്കാനൊക്കെ. ഇതിലേക്ക് വന്നാലേ അവര് അല്ല, ഞാനിപ്പോ ചില ടോപ്പിക്കുകളൊക്കെ ഇങ്ങനെ മാർപ്പാപ്പനെ കുറിച്ച് ഞാൻ മോശമായിട്ട് ഞാൻ എന്താ രാഹുൽ ഈശ്വർ ഒരു പൈശാചിക തലത്തിലൊക്കെ സംസാരിക്കണമെന്നൊക്കെ എനിക്ക്. കാരണം നേരെ തിരിച്ചാണ്. ഞാൻ മാർപ്പാപ്പയെ ഏറ്റവും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ശ്രീ അനിൽകുമാർ അയ്യപ്പനാണ് വേദിയിൽ നിന്ന് പറഞ്ഞത് അത് ശപിക്കപ്പെട്ടതാണെന്ന്. മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ മാർപ്പാപ്പ ശപിക്കപ്പെട്ടതാണെന്ന് ഞാനല്ല, അനിൽകുമാർ അയ്യപ്പനാ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മുസ്ലിം വിരോധം മൂത്ത് പോപ്പിനോട് പോലും ദേഷ്യം ഉണ്ടാകുന്നതിന് എന്തെങ്കിലും ന്യായമുണ്ടോ? മുസ്ലിം വിരോധം മൂത്ത് പോപ്പിനോട് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. ആ പോപ്പിനോടൊന്നല്ല, മുസ്ലിമുകളോടും ഉണ്ടാവാൻ പാടില്ല.
അപ്പൊ ആ ഒരു സിസ്റ്റത്തിനോട് ഇസ്ലാമിനോടല്ല, മുസ്ലിം എന്ന വ്യക്തിത്വങ്ങളോടും, കാരണം ദൈവത്തിന്റെ ഒരു വചനമുണ്ട്, ബൈബിളിൽ മനോഹരമായ ഒരു വചനമാണ് അത്. ഈ കാഴ്ചപ്പാടാണ് അതിന് സഭ തന്നെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നോണ്ടാണ് ഈ പറയണത്. ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഈ വളരെ മനോഹരമായിട്ട് പറയുന്നതാണ്, ഈശോ കടലിനെ ശാന്തമാക്കുന്നുണ്ട്. പത്രോസും അവരൊക്കെ ഈശോ ഉറങ്ങുന്ന സമയത്ത് കടല് വളരെയധികം ഡിസ്റ്റർബ് ചെയ്യാണ്. ആ സമയത്ത് കൊടുങ്കാറ്റുണ്ടാവുന്നു, കടല് എന്താ പറയാ, അവര് നശിച്ചു പോവാ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ശിഷ്യന്മാരിൽ ഒരു ശിഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഈശോ അവിടുന്ന് ദൈവപുത്രൻ അവിടുന്ന് കാറ്റിനെയും ശാന്തമാക്കിയെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരു ശിഷ്യൻ പറയുന്നത് എങ്ങനെയാണ്, അവിടുന്ന് കടലിനെ ശാന്തമാക്കി കാറ്റിനെ ശാസിച്ചു എന്ന്. കടലിനെ ശാന്തമാക്കി കാറ്റിനെ കടലിനെ ശാന്തമാക്കി കാറ്റിനെ. ഈ കാറ്റാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രേരണയാണ്. ആരും ഒരിക്കലും ഒരു സഹോദരനും ഞാൻ അങ്ങനെ കാണുന്നത് അതാണ് കത്തോലിക്ക സഭയുടെ ആ വലിയ ഒരു മഹത്വം അതാണ്. ഈ അങ്ങ് പറഞ്ഞത് മാർക്കോസ് വചനം എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ ചോദ്യമേ, അങ്ങ് സംസാരിക്കുന്ന ഞാൻ ഒന്ന് തിരിച്ച് റീഫ്രൈസ് ചെയ്ത് പറയാം. താങ്കൾ അടിസ്ഥാനപരമായി പറയുന്നത് ഖുറാൻ തെറ്റാണെന്നും ഇസ്ലാം തെറ്റാണെന്നുമാണ്, ശരിയല്ലേ? ബ്രദറെ ഞാൻ ഇതിനെ ഞാൻ അടിസ്ഥാനമിട്ട് പറയുന്നില്ല. ബ്രദറിന് അറിയാവുന്ന സത്യമാണ്. അയ്യോ ഭൈ, അല്ല. കാര്യം ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ. ഞാൻ സിമ്പിൾ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. അബ്ദുൽ കലാമിനെ ഇഷ്ടമാണോ? അല്ലല്ല, ഞാൻ സിമ്പിൾ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. അബ്ദുൽ കലാമിനെ ഇഷ്ടമാണോ? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി, ഞാൻ പറഞ്ഞില്ലേ ഈ കാറ്റാണ് പ്രശ്നം ഉണ്ടാക്കണത്. അബ്ദുൽ കലാമിന് ഈ കാറ്റ് അടിച്ചിട്ടില്ല. അബ്ദുൽ കലാമിന്റെ അച്ഛൻ ഒരു ഇമാമാണ്. അബ്ദുൽ കലാമിന്റെ അച്ഛൻ ഒരു പള്ളിയിലെ ഒരു ഇമാമാണ്. ആ ഇമാമിന്റെ മോനല്ലേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റ് ആയത്. രാമേശ്വരത്തെ ഒരു പള്ളിയുടെ ഇമാമാണ് അബ്ദുൽ കലാമിന്റെ അച്ഛൻ, ജൈനുലാബുദ്ദീൻ. ബ്രദറെ, ആ ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ഞാൻ പറയാം, ഏതൊരു പുസ്തകത്തിൽ നിന്നും ഇപ്പൊ ഞാൻ പറയാം, അതിൽ നിന്ന് അവരെടുക്കുന്ന ഒരു നന്മയുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ നന്മ നമ്മളെല്ലാം എടുത്താ പോരെ. അങ്ങനെയല്ല ആ പുസ്തകം കൊടുക്കുന്നേ. ആ പുസ്തകം കൊടുക്കുന്നത് ലോകത്തിൽ അങ്ങനെയല്ല ബ്രദർ. ആ പുസ്തകം അങ്ങനെ കൊടുത്തല്ലെങ്കിൽ പിന്നെ അബ്ദുൽ കലാം പോട്ടെ. ഞാൻ സിമ്പിളി ഒരു ചോദ്യം ചോദിക്കാം. ആ പുസ്തകം തന്നെയല്ലേ UAE-ക്കാര് ഫോളോ ചെയ്യുന്നേ? ഞാൻ ഈ ഒരൊറ്റ സിമ്പിൾ ചോദ്യം. ആ പുസ്തകം തന്നെ ഫോളോ ചെയ്യുന്ന UAE-ക്കാരല്ലേ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഒരു അമ്പലം വെക്കാൻ അവിടെ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തത്? ഇതേ പുസ്തകമല്ലേ അവർ ഫോളോ ചെയ്യുന്നത്? ബ്രദറെ ഈ പുസ്തകം ഫോളോ ചെയ്യുന്നത് മാത്രമല്ല, അവിടെ മാറ്റങ്ങൾ വരുന്നത്. ബ്രദറെ, ഒരു ചെറിയൊരു വിസ്ഡം ഉപയോഗിക്കണം ബ്രദർ. ലോകത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാം. ലോകത്തിന്റെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനം, സർവശക്തനായ ദൈവത്തിന്റെ വചനം ലോകം മുഴുവനും കടന്നെത്തണമെന്നുള്ളത് സത്യമായൊരു കാര്യം തന്നെയാണ്. ആ വചനം കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഇവിടേക്ക് UAE-യിലേക്ക് ആ വചനം എത്തി. ആ വചനം എത്തി എന്ന് പറയാൻ കാരണമുണ്ട്. ബ്രദർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. കാരണം ജനയില് 7 എമിറേറ്റ്സിലും ഈ ദൈവവചനം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കപ്പെടാനും അത് അവരിലേക്ക് ആഴപ്പെടാനും, ഈ ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനി ആക്കാന്നുള്ള ബ്രദർ പറഞ്ഞില്ല, കറക്റ്റാണ് പറഞ്ഞത്. അവൻ ക്രിസ്ത്യാനി ആവാന്നുള്ള, ക്രിസ്തുവിനെ അനുകരിക്കാന്നുള്ളതാണ്. ഇപ്പൊ ബ്രദർ പറഞ്ഞ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു മാർപ്പാപ്പ എന്ന് പറഞ്ഞ മാതിരി ആ ഒരു മനോഭാവം അത് അവരിലേക്ക് വന്നു ബ്രദറെ. അത് ബ്രദർ മനസ്സിലാക്കേണ്ടത്. ആ വന്നപ്പോ അവർക്ക് തുറവിയുണ്ടായി. അവരുടെ വിശ്വാസത്തെ അവർ മാറ്റി നിർത്തുന്നില്ല. അവർ വിശ്വസിക്കുന്നു, അവർ നിസ്കരിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഈ തുറവി വരുന്നത് എവിടെന്നാ? ഒരു വിടുതൽ വരുന്നത് എവിടെന്നാ? അവരുടെ എനിക്കറിയാം, ഞാൻ 99 ഞാൻ ദുബായിൽ ചെല്ലുമ്പോ ദുബായ് ഒന്നുമല്ല. ഇത് എമിറേറ്റ്സ് ബുർജ് അൽഅറബ് ബുർജ് പണിത് തുടങ്ങി കഴിയാറായിട്ടില്ല. ബാക്കി ബുർജ് ഖലീഫ ഒന്നും അവിടെ ഇല്ല. ട്രേഡ് സെന്റർ മാത്രം നിൽക്കണേ. ഈ മീഡിയ സിറ്റിയോ ഈ പാം ഐലൻഡോ ഒന്നുമില്ല. ഞാൻ ചെല്ലുമ്പോ നമ്മുടെ നാട്ടിലെ പോലെ വഴികളായിരുന്നു അവിടെ. അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവർ വളർന്നതല്ലേ. പറയട്ടെ, അവിടെയാണ് ബ്രദർ കഠിനാധ്വാനം അവരുടെ എന്ന് പറയല്ലേ. അതെ, നമ്മളെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാം. പക്ഷെ എന്റെ ചോദ്യം, അവര് ഹിന്ദുക്കൾക്ക് അമ്പലം പണിത് തരാൻ സ്ഥലം തരുന്നത് അവരുടെ നന്മയല്ലേ? അത് അവരുടെ ക്രെഡിറ്റ് കൊടുത്തൂടെ? പറഞ്ഞോട്ടെ, ഞാൻ ഈ നന്മ എന്ന് പറഞ്ഞ തുറവി എവിടെ നിന്ന് വന്നു? ദൈവവചനം കടന്നു ചെന്നവരിലേക്കൊക്കെ ദൈവങ്ങളായി മാറി. ദൈവത്തിന്റെ സ്വഭാവം വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി മനുഷ്യന് ആവശ്യം അവന്റെ ആരാധനകളും വിശ്വാസവും അത് നിലനിർത്തണമെന്ന്. അവരെ അത് മനസ്സിലാക്കിക്കൊണ്ടും അവരിൽ തന്നെ മാറ്റം, അവർ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങിയല്ലോ.
അവരിലെ മെയിൻ ആൾക്കാർ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇത് ശരിയാണോ? അവിടെ നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിസ്കാരത്തില് അവരുടെ ബാങ്ക് വിളിക്കുമ്പോഴും അവർ പ്രാർത്ഥിക്കുന്ന രീതികളൊക്കെ ചോദ്യം ചെയ്യുന്ന എത്രയോ ഈ അറബികളുണ്ട് അവിടെ. ഇതെന്താ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക? കാരണം എനിക്കറിയാം സെന്റ് മേരീസ് ലോകത്തിലെ ഏറ്റവും വലിയ ഇടവക ഏതാ? ദുബായിൽ ഇടവകയാ സെന്റ് മേരീസ്. അത് മുസ്ലിം രാജ്യമായി തന്നെ അവർ അത് എന്താ അവരത് അനുവദിക്കുന്നു. അവർ അത്രയും നല്ല മനസ്കരായോണ്ടല്ലേ അതിനെ അവർക്ക് അംഗീകരിച്ചുകൂടെ? ബ്രദർ അവിടുത്തെ പ്രാർത്ഥനയുടെയും ദൈവത്തിന്റെ ആ ചൈതന്യത്തെയും ബ്രദർ കാണുന്നില്ല. അവരുടെ മനസ്സിൽ അത് എന്തുകൊണ്ട് വന്നു? ഈ പറഞ്ഞ എമിറേറ്റ്സിലും മാർപ്പാപ്പ വരാൻ തന്നെ കാരണം ഉണ്ടായി. ഇത് ആ ഒരു വിസ്ഡം ബ്രദറെ വരണം. നമുക്ക് ദൈവത്തിന്റെ ഇപ്പൊ ഈ പോളണ്ടില് അല്ലെങ്കിൽ യൂറോപ്പില് ഇത് എങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു പോളണ്ട്. ദൈവത്തിന്റെ ചൈതന്യം അവിടേക്ക് വന്നപ്പോ അവർക്ക് മനസ്സിലായി. പിന്നെ ഏറ്റവും നല്ല ആൾക്കാർ, വളരെ നല്ല ആൾക്കാർ, വളരെ പീസ്ഫുൾ ഉള്ള രാജ്യം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യം. അവരുടെ ഇടയിലേക്ക് വരാൻ തന്നെ പലരും കയറി ചെല്ലാൻ സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ വചനം അവരിലേക്ക് കടന്നു ചെന്നുകൊണ്ടാ. ദൈവത്തിന്റെ സ്നേഹം ദൈവമായി മാറാണ് അവിടെ. ബ്രദർ ഇപ്പൊ എന്താണ്, ബ്രദറിന് ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ബ്രദറിലേക്ക് ആ ഒരു യഥാർത്ഥ വിസ്ഡം കടന്നു വന്ന ബ്രദർ പറയും, ബ്രദർ വേറൊരു എന്താ പറയാ, ഇത്രയൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ടി വരില്ല ബ്രദർ. ആ യഥാർത്ഥ വിസ്ഡം നമുക്കും സ്വീകരിച്ചേ, ആ യഥാർത്ഥ വിസ്ഡം നമുക്കും സ്വീകരിച്ച് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും എല്ലാം സ്നേഹത്തോടെ കണ്ടൂടെ? ആരെയും വിദ്വേഷത്തോടെ കാണാതെ അതേ ദൈവം തന്നെ, അതേ ദൈവത്തിന്റെ പുസ്തകങ്ങൾ തന്നെ ആയിട്ട് ഗീതയും ബൈബിളിന്റെയും ഖുറാനെയും കണ്ടൂടെ? ബ്രദർ ഇവരെ തിരുത്തണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഈ വിസ്ഡം അല്ലേ നമുക്ക് തിരുത്തണത്? ഇവരെ തിരുത്തണ്ട ബ്രദറെ. ഇവര് ശരിയാ, സപ്പോർട്ട് അവരെ എങ്ങനെ നമ്മൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാ. അവർ പറയുന്നത് എന്താ ബ്രദറെ? അവർ വീണ്ടും പറയുന്നത്, വീണ്ടും ചെയ്യുന്ന പ്രവൃത്തിയാണ്. ബ്രദർ പറയാ എന്ത് പ്രവൃത്തിയാണ്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്ത് പ്രവൃത്തിയാണ് ബ്രദർ? ഈ കാണുന്ന ബ്രദർ അറിയുന്നില്ല അവര് ചെയ്യുന്നത്. ഒരൊറ്റ ഉദാഹരണം പാല് കുടിക്കുമ്പോ പൂച്ച ചിന്തിക്കണ മാതിരി ഒരൊറ്റ ഉദാഹരണം പറയൂ. ഒരൊറ്റ ഉദാഹരണം, രണ്ട് വേണ്ട. എന്റെ ബ്രദറെ, ലോകത്തിന്റെ നാനാ ഭാഗത്ത് നടത്തുന്ന എവിടെ ഒരൊറ്റ ഉദാഹരണം പറയൂ. ഒരൊറ്റ ഉദാഹരണം. ദൈവമേ, ഞാൻ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. ബ്രദറിന്റെ കൺമുൻപിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. എന്റെ ദൈവമേ, അതായത് അങ്ങ് പറയുന്നത് മുസ്ലിങ്ങൾ വ്യാപകമായി ലോകത്തിന്റെ പല ഭാഗത്തും അക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നാണല്ലോ അല്ലെ? അതിനൊരു ഉദാഹരണം പറയാം. സംശയമില്ല, അതിനൊരു ഉദാഹരണം പറയാം. ഒരൊറ്റ എണ്ണം, രണ്ട് വേണ്ട, ഒരൊറ്റ എണ്ണം. ബ്രദർ അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയാൻ ബ്രദറെ. അയ്യോ, ഏതെങ്കിലും ഒരു ഉദാഹരണം അങ്ങ് പറയണം. ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം, നൈജീരിയയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് സംഭവിക്കുന്ന വേദന. അതൊരു വളരെ സീരിയസ് ഇഷ്യൂ ആണ്, നമ്മൾ ഡീൽ ചെയ്യേണ്ടതാണ്. അതെ, ഞങ്ങൾ ഇന്നും പ്രാർത്ഥനയിലുള്ളതാണ്. ഞാനത് പറയാനാ, ഞങ്ങളുടെ പ്രാർത്ഥനയിലെ ഒരു വലിയ വിഷയമാണ്. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്യൂ ആണ്. കത്തോലിക്ക സഭ വളരെ ശക്തമായിട്ട് ഇതൊരു ഇഷ്യൂ ആണ്. ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നതും അതേപോലെ പല സ്ഥലങ്ങളിലും. അപ്പൊ തിരിച്ച് ഇസ്രായേലും അമേരിക്കയും ഇറാനിൽ 160 സ്കൂൾ കുട്ടികളുള്ള സ്ഥലത്ത് മിസൈൽ ആക്രമണം നടത്തുന്നതോ? അപ്പൊ അവര് ചെയ്യുന്നത്, എന്റെ ബ്രദർ, ഞാൻ ഇത് തിരിച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ശരിയാണ്. പക്ഷെ അവരിത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അവര് ഈ കാണുന്ന 162 പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അവിടെ മിസൈൽ അയച്ചു കൊന്നതിന് എന്ത് ന്യായീകരണമാണ്? എന്റെ ബ്രദർ മനസ്സിലാക്കണം, ഇറാൻ ഉണ്ടോ, ബ്രദർ ശരിയായിരിക്കും, ഓവറോൾ മനസ്സിലാക്കുന്നു, വലിയ അവരുടെ ഈ കാണുന്ന പുസ്തകങ്ങൾ വായിക്കുന്നു. പക്ഷെ ഇവരുടെ ഉള്ളിൽ നടക്കുന്ന ഇവരുടെ ഉള്ളിലെ പ്രവർത്തനങ്ങള്, ഇറാൻ ഇന്ന് ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അവരിന്ന് ലോകത്തിനെ ഇല്ലായ്മ ചെയ്യാനോ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞാനൊരു കുതർക്കം പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ നൈജീരിയ നടക്കുന്നത്? അതെ, അതെന്തുകൊണ്ടാണ് നടക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യൻ ഈ പറഞ്ഞ മാതിരി എനിക്ക് രണ്ടും ഒരേപോലെ അപലപിക്കേണ്ടതും ഒരേപോലെ വിഷമമുള്ള വിഷയങ്ങളാണ്. നൈജീരിയയിലെ പാവപ്പെട്ടവർ മരിക്കുന്നതും ഗസയിലെ കുട്ടികൾ മരിക്കുന്നതും ഇറാനിലെ കുട്ടികൾ മരിക്കുന്നതും. അങ്ങേക്ക് എന്താ ഇറാനിലെ മുസ്ലിം പെൺകുട്ടികൾ മരിക്കുന്നതും ഗസയിലെ പാവപ്പെട്ട കുട്ടികൾ മരിക്കുന്നതിലും വിഷമമില്ലാത്ത? എനിക്ക് നൈജീരിയ സംഭവിക്കുന്ന വിഷമമുണ്ട്, പക്ഷെ തിരിച്ചെന്താ വിഷമമില്ലാത്ത? എന്റെ ബ്രദറെ, മാർപ്പാപ്പ എന്താ പറഞ്ഞത്? മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നല്ലോ അന്ന് അവിടുന്ന് ഇസ്രായേലിൽ കുറെ പേരെ കടിച്ചു കയറിയതും ഇവർ ചെന്ന് ആക്രമിച്ചതും ഒരു മനസാക്ഷി ഇല്ലാതെ ചെയ്തും. ഇത് ശരിയാണ്, അവര് കൊണ്ടുവന്ന് ബോംബിടുന്നു ഒക്കെ ചെയ്യുന്നു ഇവരൊതുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യം ചെന്നിട്ട് ഒരു മനുഷ്യൻ വ്യക്തിപരമായി അതിന്റെ ഉള്ളിൽ എല്ലാ ക്രോധവും അവൻ ഇറക്കി വെക്കുന്ന ഒരു അവസ്ഥ
അവന്റെ ആ ഒരു വൈകാരിക തള്ളൊന്ന് ആലോചിക്കും ബ്രദറെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് ശരിക്കുമേ എന്നോട് സംസാരിക്കാനല്ലാതെ ആ 160 കൊച്ചു പെൺകുട്ടികളുടെ മരണം ന്യായീകരിക്കത്തക്കതാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അപ്പൊ രണ്ടു ഭാഗത്തും തെറ്റ് പറ്റാറില്ലേ? രണ്ടു ഭാഗത്തും തെറ്റ് പറ്റാറില്ലേ? ഈ തെറ്റിന് പകരം ചെയ്യുന്നു, അത് ശരിയാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിലേക്കൊന്നും പോണ്ട. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യം എന്താ, ബ്രദർ അവർക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അവരെന്ത് തിരുത്താൻ ബ്രദർ പരിശ്രമിക്കാത്ത? ഞാൻ അതാ പറഞ്ഞത്, അവരെന്ന് പറയുന്നത്, ഇനി അങ്ങ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. അവരെന്ന് പറഞ്ഞ് ഏകശിലാത്മകമായി ആരുമില്ല. നമ്മൾ ഹിന്ദുക്കളുടെ, അല്ലെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കളുടെ ഉള്ളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഉള്ളതുപോലെ ക്രിസ്ത്യാനികളിൽ തീവ്ര ക്രിസംഗി, വേറൊരു വാക്കില്ലാത്തതുകൊണ്ടാണ് ക്രിസംഗി എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഉദ്ദേശമല്ല, അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻവാദികൾ എന്ന് എടുക്കാം. ഞങ്ങൾ ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഉള്ളതുപോലെ ക്രിസ്ത്യാനികളിൽ തീവ്ര ക്രിസ്ത്യാനികൾ ഉള്ളതുപോലെ മുസ്ലിങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവരെ നമുക്ക് ഒരുമിച്ച് നേരിടാം. പക്ഷേ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും സമാധാനവാദികളല്ലേ? ലോകത്ത് 57 മുസ്ലിം രാജ്യങ്ങളില്ലേ? നമ്മുടെ മലയാളികൾ തന്നെ, അങ്ങ് എത്രയോ പ്രാവശ്യം മിഡിൽ ഈസ്റ്റിലെ ജീവിച്ചതെന്നല്ലേ പറയുന്നത്? ഏതെങ്കിലും മുസ്ലിം അങ്ങേ മതം മാറ്റാൻ നോക്കിയിട്ടുണ്ടോ? എന്റെ ബ്രദറെ, എന്റെ അനുഭവങ്ങൾ ബ്രദറിനോട് ഞാൻ എങ്ങനെ ഷെയർ ചെയ്യും? അല്ല, ഞാൻ ചോദിച്ചത്, നമ്മുടെ സൗദി അറേബ്യ പോയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു മതം അറിയാതായിട്ട് കേട്ടിട്ടുണ്ടോ? 1 കോടിയിൽ ഒന്നുമല്ലോ ഉണ്ടാകാം. ഏതെങ്കിലും വ്യാപകമായി സൗദി അറേബ്യ ആണല്ലോ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട മക്കയും മദീനയുള്ള സ്ഥലം, ആരെങ്കിലും ദ്രോഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അവിടെ ചെന്ന് ആരെങ്കിലും ദ്രോഹിക്കുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പം മുസ്ലിങ്ങൾ മുഴുവൻ മോശക്കാരാണെന്ന് വളഞ്ഞ വഴി പറയുകയല്ലേ ഇത് ചെയ്യുന്നത് നമ്മൾ? എന്റെ ബ്രദറെ, അത് അവരുടെ പഠനം അതാണ്, അവരുടെ ജീവിത രീതി. അവരുടെ പഠനമെന്ന് ഉദ്ദേശിക്കുന്നത് ഖുറാൻ അതാണെന്നല്ലേ? അവരുടെ പഠനം അല്ലല്ലോ, ഒരു സെക്കൻഡ്, അവരുടെ പഠനമെന്ന് ഉദ്ദേശിക്കുന്നത് ഖുറാൻ അതാണെന്നല്ലേ? ബ്രദറിന് മനസ്സിലാക്കാവുന്ന കാര്യമല്ലോ. ശരി, അഥവാ ഖുറാൻ അങ്ങനെയാണെങ്കിൽ ജോൺ പോൾ മാർപ്പാപ്പ എന്തിനാണ് ഖുറാൻ സ്വീകരിച്ചുകൊണ്ട് ഖുറാനെ ചുംബിക്കുന്നത്? ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഒരുപാട് വ്യക്തിത്വങ്ങൾ മുസ്ലിംസിൽ തന്നെ മാറി, ആരിഫ് ഹുസൈൻ ആയിക്കോട്ടെ, മാരിയോ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താ പറയുന്നത്? ഈ പറയുന്ന ഞാൻ ജാമിദ ടീച്ചർ അത് ഇസ്ലാമോ ഫോബുകളല്ലേ? കാരണം ഈ ക്രിസ്ത്യൻ ഫോബിയ അങ്ങേക്ക് ഇഷ്ടപ്പെടുവോ? ഹിന്ദു ഫോബിയ എനിക്ക് ഇഷ്ടപ്പെടുവോ? അതേപോലല്ലേ നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമോ ഫോബിയ ഇഷ്ടപ്പെടാത്തത്? പേപ്പട്ടി മതമെന്ന് ഇസ്ലാമിനെ വിളിക്കുന്നു. സമാനമായൊരു പദം ഹിന്ദുവിനോടോ ക്രിസ്ത്യാനിയോടോ ഉപദേശം നമുക്ക് ഇഷ്ടപ്പെടുവോ? ബ്രദർ, എനിക്കറിയില്ല. ബ്രദറിനോട് ജസ്റ്റ് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ബ്രദറിന് ആ ഒരു തലത്തിലേക്ക് വരാൻ കഴിയും. ബ്രദറെ, ഞാൻ ഇതൊന്ന് ഡോക്യുമെന്റ് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നതേ അല്ല, അങ്ങ് ഒരു വരി കേൾക്കണം. രാഹുൽ ഈശ്വർ എന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് പറയുന്നത് മാർപ്പാപ്പയുടെ നിലപാടുകളാണ്. അതായത് അങ്ങ് കത്തോലിക്കനാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ കത്തോലിക്ക സഭയുടെ ഉള്ളിലെ പ്രധാനപ്പെട്ട പള്ളിയിലച്ചന്മാരെയും ബിഷപ്പുമാരെയും കാർഡിനൽമാരോടും ചർച്ച ചെയ്ത് എടുത്ത ഔദ്യോഗിക നിലപാടുകളാണ് ഞാൻ പറയുന്നത്. മാർപ്പാപ്പ എടുക്കുന്ന നിലപാടുകൾ ഈ സ്നേഹിക്കാൻ തന്നെയാണ് ബ്രദർ. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നതെന്ന്. ഇവരൊക്കെ സ്നേഹിക്കുന്ന, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ ഹൃദയത്തിലെ വികാരങ്ങൾ, ഇവിടുത്തെ വിചാരങ്ങൾ, ഇവരുടെ. പക്ഷേ മാർപ്പാപ്പയ്ക്ക് മുസ്ലിങ്ങളെല്ലാം ചീത്തയാണെന്ന് അഭിപ്രായമില്ല ഭായി. മാർപ്പാപ്പയ്ക്ക് മുസ്ലിങ്ങൾ മോശമാണെന്ന അഭിപ്രായമില്ല. മാർപ്പാപ്പയ്ക്ക് ഖുറാൻ മോശമാണെന്ന അഭിപ്രായമുണ്ടോ? മാർപ്പാപ്പയ്ക്ക് ഖുറാൻ മോശമാണെന്ന അഭിപ്രായമുണ്ടോ? ഞാൻ പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് കിട്ടുന്ന പഠനങ്ങൾ, ഇതിപ്പോ ഖുറാനെ ഞാൻ പറയും ഖുറാൻ ശരിയാണെന്നല്ല. അവർക്ക് കിട്ടുന്ന പഠനങ്ങൾ ആരാണോ അവരെ പഠിപ്പിക്കുന്ന രീതികൾ, ആ പഠിപ്പിക്കുന്ന രീതികൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ബ്രദറിനോട്, ഞങ്ങൾ വളരെ സ്നേഹത്തിലും വളരെ ഷെയർ ചെയ്തും ജീവിച്ചൊരു വ്യക്തിയാണ്. ഞാൻ എന്റെ പേര് വെളിപ്പെടുത്തിയത് ഞാൻ അത്ര സ്നേഹത്തോടെ, ഞാൻ ഒരിക്കലും ഇത് പബ്ലിസിറ്റി ആക്കാൻ വേണ്ടിട്ടല്ല. മനസ്സിലായി. അല്ല, പക്ഷെ എന്റെ ചോദ്യമേ, ഞാൻ അതാ പറഞ്ഞത്, അങ്ങ് ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? സംസാരിച്ചോളൂ, കുഴപ്പമില്ല. ഞാൻ അതാ പറഞ്ഞ, ഞാൻ ഡോക്യുമെന്റ് ചെയ്യുന്നു പറഞ്ഞിട്ടേ ചെയ്യൂ. അല്ല, ഒരു കാര്യം കൂടി അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, അങ്ങയോട് ലോകവ്യാപകമായി മുസ്ലിങ്ങൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോൾ അങ്ങേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് അധികം വന്നില്ല. ഇപ്പം ഞാൻ ഉദാഹരണം ചോദിക്കാം. മണിപ്പൂരിൽ 240-ലധികം പള്ളികൾ കത്തിച്ചു എന്നാ കണക്ക്. ഈ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം. മണിപ്പൂരിൽ 242 പള്ളികൾ കത്തിച്ചു, ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചു. അതുകൊണ്ട് ഇന്ത്യ മോശമാവൂ? മണിപ്പൂരിൽ 242 പള്ളികളാ കത്തിച്ചത്.
ഞാനിത് പറയണ്ടെന്ന് വെച്ചിട്ട് ബ്രദർ, എനിക്ക് നോർവേയിൽ നടന്ന ആക്രമണങ്ങള് ഇതൊക്കെ എനിക്കറിയാം. 2000 പേരെ അവര് ഇൻവൈറ്റ് ചെയ്ത് വർഷങ്ങള് ഒരു കാലാവധി എത്തനേക്കാളും മുന്നേ അവരുടെ ആവശ്യങ്ങൾ അവകാശപ്പെട്ടുകൊണ്ട് അത് സാധിക്കാതെ വന്ന സമയങ്ങളിലൊക്കെ അവര് നടത്തിയ ദേവാലയ ആക്രമണങ്ങൾ, ദേവാലയത്തിൽ ബോംബ് വെച്ച്, ഈ കഥകൾ ഇതൊക്കെ നടന്ന സംഭവങ്ങളാ. ഒരൊറ്റ സെക്കൻഡ് ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. നോർവേയിൽ സംഭവിച്ച എന്താണെന്നറിയാമോ? നോർവേയിൽ സംഭവിച്ച ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്ന്, അല്ലല്ല, അങ്ങ് ദയവായി ശ്രദ്ധിക്കുക, നോർവേ സംഭവിച്ച ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്ന് നടത്തിയത് ഒരു തീവ്ര വലതുപക്ഷവാദിയാ. നോർവേയിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ബ്രെവിക് എന്ന് പറയുന്ന ആള് 77 പേരെ വെടിവെച്ച് കൊന്നത്. അതിൽ കൂടുതൽ നോർവേയിലെ ഇമിഗ്രൻസിനെ, അവിടുത്തെ ഇടതുപക്ഷക്കാരെ അടക്കം വെടിവെച്ച് കൊന്നത് ബ്രെവിക് എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷവാദിയാ, മുസ്ലിം അല്ല. അല്ല ബ്രദർ, ഇത് അവരുടെ അവരുടെ ഭാഗം വിട്. ഇത് ഇവര് നടത്തി എത്രയോ പേരെ ഇവര് ഇൻവൈറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ അവരുടെ ദാരിദ്ര്യവും പ്രശ്നവും കാരണം റെഫ്യൂജികളെ മൊത്തം ഇവർ ഇൻവൈറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ട ഫെസിലിറ്റി എല്ലാം കൊടുത്ത് അക്കോമഡേറ്റ് ചെയ്തു. ഇവർക്ക് വേണ്ട അതും എല്ലാ രീതിയിലും. എന്നിട്ടാണ് ഇവര് ബോംബ് വെച്ച് അത് വലിയൊരു ഇഷ്യൂ ആയത്. ഇതൊക്കെ നടന്ന സമയത്ത് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടോ ഈ സംഭവം നടന്നിട്ട്? വർഷങ്ങളായത്. ഇതൊക്കെ അന്ന് ആ റെഫ്യൂജികളൊക്കെ വന്ന സമയങ്ങളിലുള്ള വന്ന് 2011 പറയുന്നത്? 2011 എനിക്ക് അങ്ങനെ ഡേറ്റ് ഒന്നും ഞാൻ 2011 നടത്തിയത് മുസ്ലിങ്ങളല്ല, പകരം അവിടുത്തെ തീവ്ര വലതുപക്ഷവാദിയാണ്. ഇനി ഞാൻ 2 മിനിറ്റ് എടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. 2 മിനിറ്റ് ഞാൻ എടുക്കൂ. യഥാർത്ഥത്തിൽ അങ്ങ് കേരളത്തിൽ റൂട്ട്സ് ഉള്ള ഒരാളല്ലേ? യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം എന്താണെന്ന് അങ്ങ് മനസ്സിലാക്കുന്നത്? ശരിക്കും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ പ്രതിസന്ധി എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ പ്രതിസന്ധി, കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ അമ്മച്ചിയുടെ വയറ്റിൽ 1.6 കുട്ടികളെ ജനിക്കുന്നുള്ളൂ. അതായത് കേരളത്തിലെ യഥാർത്ഥ ക്രിസ്ത്യാനികളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ 2 കുട്ടികൾ മിനിമം വേണം. നമ്മൾ ഹിന്ദുക്കൾക്കും നിങ്ങൾ ക്രിസ്ത്യാനികൾക്കും ഈ 2 കുട്ടികൾ ഉണ്ടാവുന്നില്ല. ഹിന്ദുക്കൾക്ക് 1.2 to 1.3 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഏകദേശം 1.6 to 1.7 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് നോർമലും ഹെൽത്തിയുമാണ്. 2.3 റേഞ്ച് 2.5 റേഞ്ചിലേ അവർക്ക് ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികൾക്കും കുട്ടികൾ ജനിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ തിരുവിതാംകൂർ ഭാഗം, അങ്ങ് തിരുവിതാംകൂറിൽ പെട്ടാണോ എന്നറിയില്ല, ഞങ്ങളുടെ തിരുവിതാംകൂർ ഭാഗം ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു അമ്മമാർക്കും ക്രിസ്ത്യൻ അമ്മച്ചിമാർക്കും കുട്ടികൾ ഉണ്ടാവുന്നില്ല. അതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. ഇനി നമ്മുടെ ഹിന്ദു ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഈ അമിതമായ മോഡേണൈസേഷനും അമിതമായ ഫാമിലി പ്ലാനിങ്ങും കൊണ്ട് നമുക്ക് കുട്ടികൾ ജനിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. 50 വർഷം മുമ്പ് ക്രിസ്ത്യാനികൾ 21% അന്ന് മുസ്ലിങ്ങൾ 17%. ഇന്ന് മുസ്ലിങ്ങൾ 27%, ക്രിസ്ത്യാനികൾ 18% ഇത് മുസ്ലിം ജനസംഖ്യ കൂടുന്നോണ്ടല്ല, ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുന്നോണ്ടാ. ഞാൻ ഇനി ഒറ്റ വരി പറഞ്ഞു നിർത്താം. അങ്ങിപ്പം വെസ്റ്റിലല്ലേ ജീവിക്കുന്നതെന്നല്ലേ പറഞ്ഞത്. പാശ്ചാത്യ ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പോപ്പ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫാമിലിയുടെ കൊളാപ്സ്. അതായത് നമ്മുടെ യുവതി-യുവാക്കൾ, മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുകയല്ല, നമ്മുടെ ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ വെക്കാം. അതായത് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ക്രമാതീതമായി കൂടുന്നില്ല, നമ്മൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജനസംഖ്യ ക്രമാതീതമായി കുറയുകയാണ്. ഞാൻ ഇനി ഒരു കണക്കും കൂടെ പറയാം, അപ്പം അങ്ങനെ കൺവിൻസ്ഡ് ആകും. ഈ നിരക്കിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഹിന്ദുക്കൾ 125 വർഷം കൊണ്ട് കേരളത്തിൽ ഇല്ലാതാകും. ഈ നിരക്കിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികൾ ഏകദേശം 160-170 വർഷം കൊണ്ട് കേരളത്തിൽ ഇല്ലാതാകും. യഥാർത്ഥത്തിൽ ലോകത്തിലില്ലാതെ യൂറോപ്പിൽ കുറയും. കാര്യം യൂറോപ്പിൽ ഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കൊളാപ്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. അങ്ങ് ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഞാൻ ഇതിനെക്കുറിച്ച് സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് കാരണം വെച്ചാല് ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ ഇവരുടെ ഒന്നാമത് ഇവരുടെ ആ ഒരു എന്താ പറയാ ഒതന്റിക് ഇവരുടെ വിശ്വാസം, ഇവരുടെ പുതിയ ജനറേഷൻ അത് ഇല്ലാതായി. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. അവരുടെ ഞാൻ ഒന്ന് പറയണമെങ്കിൽ ശ്രദ്ധിക്കാം. അങ്ങേക്കും ഞാൻ ഈ മേഖലയെ വർക്ക് ചെയ്യുന്ന ആളാ. അവരുടെ വിശ്വാസത്തിലുള്ള കുറവ്, കുടുംബത്തിലുള്ള ബോധ്യമില്ലായ്മ, ലൈംഗിക അരാജകത്വം, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ
അല്ല, നമ്മുടെ കുട്ടികൾ കൂടുതൽ വഴിതെറ്റി പോവുകയോ അല്ലെങ്കിൽ കുടുംബ വഴി പോകാതിരിക്കുകയും, അങ്ങനെ പറയാം, വഴിതെറ്റി എന്ന് പറയുന്നില്ല, കുടുംബ വഴി പോകാതിരിക്കുകയും നമ്മുടെ ജനസംഖ്യ കുറയുക. യൂറോപ്പിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മൈഗ്രൻസിനെ വിളിക്കുന്നതെന്ന് അറിയാമോ? ഒരു മാൾട്ടീസായിട്ട് ഞാൻ മാൾട്ടീസുകളായിട്ട് സംസാരിച്ചു. ഞാനിപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രായമായിട്ടുള്ളവരും അവരെ എനിക്ക് യൂത്തിനോട് സംസാരിക്കാൻ എനിക്ക് പേടിയാ. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെന്നോട് പറഞ്ഞത് വളരെയധികം കെയർ ചെയ്യണം സ്വയം സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ പറഞ്ഞത് വെക്കാം. അങ്ങ് പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്നതാണെങ്കിൽ ഒരൊറ്റ കാര്യത്തിലേക്ക് നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സൗത്ത് കൊറിയക്കാരും ജപ്പാൻകാരും ഒക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 അഥവാ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇതിലേക്ക് എത്തിക്കണം. അതായത് ഒരു കുടുംബത്തിൽ 2 മുതൽ 3. അങ്ങനെ ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ പിള്ളേരോട് നിങ്ങൾക്ക് 4-5 പിള്ളേർ വേണമെന്ന് പറയരുത്. അവർ ടേൺ ഓഫ് ആവും, നമ്മളെ ശ്രദ്ധിക്കാതിരിക്കും. പകരം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി 2 മുതൽ 3 കുട്ടികൾ വരെ ഉണ്ടെങ്കിലേ നമ്മൾ നിലനിൽക്കൂ എന്ന തിരിച്ചറിവ് അവർക്ക് കൊടുത്താൽ ലോകം ഒരു ബാലൻസിൽ പോവും. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ നമ്മളൊരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കിട്ടിയ എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചപ്പാടല്ല, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം ഇപ്പം നമുക്കറിയാലോ, ദൈവത്തിനോട് ചേർന്നിരിക്കുമ്പോൾ ദൈവം തരുന്ന ബോധ്യങ്ങളുണ്ട്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം, നല്ല കുടുംബ ജീവിതം, അതിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഏറ്റവും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള, കാരണം അവരോട് സംസാരിക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ ആയിരുന്നു എന്ന് പറയാം. അവർ പറയും ഞങ്ങൾ അത്രയും കുറെ സമാധാനം. ഇപ്പോഴത്തെ പുതിയ ആള്, നാഷണൽ പാർട്ടിയുടെ ആള് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പീസ് സമാധാനം തരാന്ന് പറഞ്ഞിട്ട് കയറാൻ പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, നമ്മളെയൊക്കെ ഇവിടുന്ന് ഓടിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. അത് പ്രശ്നമല്ല. അത് മറ്റൊരു അല്ലല്ല, ഇനി ഒരു കാര്യം കൂടെ, അത് മറ്റൊരു വിഷയമാണ്, റേസിസം. അവരുടെ ജനത കുറയുന്നു എന്നുള്ള പ്രശ്നം. പക്ഷേ ഞാൻ എന്തായാലും ഇത്രയും പറഞ്ഞു വെക്കുക. അങ്ങ് ക്രിസ്ത്യൻ മേഖലയെ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോപ്പിനെ പിന്തുടരുന്ന ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്താൽ മതി. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും, നമ്മുടെ മാത്രമല്ല, ജപ്പാൻകാരുടെ, സൗത്ത് കൊറിയക്കാരുടെ, നമ്മുടെയൊക്കെ ജനസംഖ്യ വലിയൊരു തകർച്ചയിലും തളർച്ചയിലുമാണ്. നമ്മളുടെ ഊർജം മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞ് കളയുകയാണെങ്കിൽ നമുക്കൊരു ഗുണവും ഇല്ലെന്ന് മാത്രമല്ല, സമൂഹത്തിൽ സമാധാനം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, നമുക്കൊരു ഗുണവും ഇല്ല. നമ്മൾ 100 വർഷം അതായത് നമ്മുടെ മക്കളുടെ തലമുറയുടെ കാലത്ത് നമ്മൾ ഈ ലോകത്തുനിന്ന് ഇല്ലാതാകുന്നത് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഏക റിക്വസ്റ്റ്, നമുക്ക് ഇസ്ലാമോഫോബിയ അടക്കമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് എനിക്ക് ഉറപ്പുണ്ട് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരു 15 വർഷത്തെ പണിയുണ്ട്. 15 ഇയേഴ്സിന്റെ പണി കൊണ്ട് മാത്രമേ എനിക്കുണ്ട് പണി. ബ്രദറിനൊപ്പം ഞാനും ഉണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ. അപ്പൊ ഇത് മാത്രം അതൊന്ന് ശ്രദ്ധിക്കുക. കാര്യം നമ്മുടെ ഇടയില് ക്ഷമാപണമുണ്ട് ബ്രദറെ. ഞങ്ങൾക്കൊരു മനസ്സിലൊരു വേദനയൊക്കെ വന്ന് ഞങ്ങൾ പറയും, അത് ആ വ്യക്തിത്വത്തെ അല്ല ഞാൻ പറയുന്നത്, അവനിലുള്ള ഒരു പൈശാചികമായ മേഖല നമ്മൾ ജസ്റ്റ് പറയും അവനിൽ വർക്ക് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു ആത്മാവാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബ്രദറിന്റെ ചിന്ത, ബ്രദറിന്റെ ആ ഒരു വലിയ തോട്ട്, അത് ഒരു എന്താ പറയാ, ഒരു നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഒരു മനോഭാവമാണ്. വളരെ സന്തോഷം. ഞാനിത് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വെക്കട്ടെ, ഒരു കാര്യം കൂടെ കൗതുകത്തോടെ പറയട്ടെ. അങ്ങേക്ക് അറിയാവുന്നറിയില്ല. പ്ലീസ് പറയണം, വചനം പറയണം, തീർച്ചയായും വചനം പറയണം. ദൈവത്തിന്റെ വചനം ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മുടെ വിസ്ഡം എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട് ബൈബിളിലെ. വിസ്ഡം, ജ്ഞാനം, ദൈവം സോളമന് കൊടുത്ത ജ്ഞാനത്തിന്. അത് ബ്രദർ വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, വായിക്കണം, ആ വിസ്ഡം വായിക്കണം. അപ്പൊ അതിൽ വളരെ മനോഹരമായിട്ട് സോളമൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ ജനത്തെയൊക്കെ ഭരിക്കാൻ എനിക്ക് അവിടുന്ന് കൃപ തരണേ എന്ന് പറയുമ്പോൾ അവിടുന്ന് ദൈവത്തോട് സമർപ്പണ മനോഭാവം നടത്തിയപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട ദൈവം പറയാണ്, നീ എന്താണ് എന്നോട് ചോദിക്കുന്നത്? അവൻ ചോദിച്ചത്, എനിക്കൊരു തുറവി, അങ്ങയെ ശ്രവിക്കാനുള്ളൊരു തുറവി എനിക്ക് തരണേ എന്നാണ് പറയുന്നത്. അപ്പൊ ആ തുറവിക്ക് പകരം ജ്ഞാനവും സമ്പത്തും എല്ലാം ഞാൻ നിനക്ക് തരണം. നീ ചോദിച്ചത് ഇത്രയുള്ളൂ ആ തുറവി. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സോളമൻ പ്രാർത്ഥിക്കുകയാണ്, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണാമയനായ കർത്താവേ, അങ്ങ് വചനത്താൽ സകലതും സൃഷ്ടിച്ചു, വചനത്താൽ ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യൻ രൂപം നൽകി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി കഴിയുമ്പോൾ തന്നെ പിന്നീട് വരുന്നൊരു അവിടുത്തെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് അവിടെ എനിക്ക് ജ്ഞാനം നൽകണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, സകലതും അറിയുന്ന അവൾ എന്റെ പ്രവർത്തികൾ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു സ്റ്റെപ്പ് പറയുന്നതാണ്. ആൾക്ക് മനസ്സിലാവുന്നുണ്ട്, കാരണം ചെയ്യുന്ന കാര്യങ്ങളും സക്സസ് ആവുന്നില്ല, ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നു, എത്ര ഓടിയിട്ടും ഓട്ടം എത്തുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് അടുത്ത പ്രാർത്ഥന, ദൈവമേ അവിടുത്തെ ശാസനങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാകും? അവിടുത്തെ ഹിതം നിറവേറ്റാൻ ആർക്ക് കഴിയും? മർത്യരുടെ ആലോചന നിസ്സാരമാണ്, അവരുടെ പ്രവൃത്തികൾ പരാജയപ്പെട്ടേക്കാം. ഈ നശ്വര ശരീരം ആത്മാവിന് ദുരൂഹമാണ്, ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിൽ ഉള്ളതുപോലും അറിയുക ദുഷ്കരം,
തൊട്ടടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. പിന്നെയോ ഉന്നതത്തിലുള്ളത് കണ്ടെത്താൻ ആർക്ക് കഴിയും? അവിടുന്ന് ജ്ഞാനവും പരിശുദ്ധാത്മാവിനെയും നൽകിയില്ലായിരുന്നെങ്കിൽ അവിടുത്തെ ഹിതം ആര് നിറവേറ്റും? ബ്രദറെ, ഈ വേർഡ് ഓഫ് ഗോഡ് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ബ്രദർ ഈ വിസ്ഡം ബ്രദർ വായിക്കണം, കൂടുതൽ വായിക്കണം. കാരണം ദേശം മുഴുവനും ബ്രദറിന് അത് ഏറ്റെടുക്കേണ്ടതാണ്. കാരണം എനിക്ക് മനസ്സിലാവുന്ന സത്യം എന്നറിയോ, മനുഷ്യന് അറിവ് ലഭിക്കും. വചനം വായിക്കുമ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ മറ്റു പുസ്തകങ്ങളൊക്കെ അറിവ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ലഭിക്കും. അറിവിനപ്പുറത്ത് വേറെ ഒന്നുണ്ട്, ദൈവിക ജ്ഞാനം. അല്ല, ദൈവിക ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് കിട്ടിക്കഴിയുമ്പോഴാണ് ഇപ്പൊ നമ്മളിൽ ആഴമേറിയ പല സംഭവങ്ങളുണ്ട്. ഇപ്പൊ വിശുദ്ധ കുർബാനയെ കുറിച്ച് ആഴമേറിയ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ബ്രദറിന് ചിലപ്പോൾ അതിനെ മനസ്സിലാക്കാം, കുർബാന ഓക്കെ, ക്രിസ്ത്യാനികളുടെ ബലിയർപ്പണം, അതിനപ്പുറത്ത് അതിന് ആഴമേറിയ ഒരു സംഭവമുണ്ട്. അത് മനസ്സിലാക്കണേ അതിലേക്ക് ഇൻവോൾവ് ആയാൽ മാത്രമേ അറിയുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു തലം, ഈ ഒരു ബ്രദർ പ്രവർത്തിക്കുന്ന ഒരു തലം, ഈ ഒരു ആഴത്തിലേക്ക് ഈ ബ്രദർ അത് ഈ ഒരു വേർഡ് ഓഫ് ഗോഡ് ബ്രദറിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എനിക്കറിയാം സക്സസ് നമ്മുടെ എഫേർട്ടാണ് ദൈവം നോക്കുന്നത്. അത് മാത്രമല്ല, ഈ എഫേർട്ട് ക്രിസ്തു പലരും പറയും, പല രീതിയിലും പറയും, എന്താണ് ഈ ക്രിസ്തു കുരിശിൽ മരിച്ചതിന്റെ കാരണങ്ങൾ. എഫേർട്ടാണ് അവിടുന്ന് എടുക്കണേ. എന്നെ നോക്കിയല്ല നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങൾക്ക് അറിയാനാ പറഞ്ഞ ക്രിസ്തു. നിങ്ങളുടെ മക്കളെ, ഓസ്ട്രേലിയൻ സ്ത്രീകളോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കി കറി. നിങ്ങളെ വരാൻ പോകുന്ന ആപത്തുകളും വിപത്തുകളും ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അവരെ ഓർത്ത് കറി. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പച്ചയായ മനുഷ്യനായ ദൈവപുത്രനാണെങ്കിലും അവിടുന്ന് ആ സാഹചര്യം മനുഷ്യൻ കാരണം ആ പാപങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ മനുഷ്യനിൽ വന്ന പാപം മനുഷ്യൻ തന്നെ ഏറ്റെടുക്കണം. അത് ദൈവപുത്രനെ കഴിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാപമില്ലാത്തത് കൊണ്ട്. ഞാനും കൂടെ ഒരു സാധനം പറഞ്ഞു. ഞാൻ നാളെ ഫിൻലാൻഡിലോട്ട് പോവാണ്. അപ്പം റോമൻസ് 12:21 ഖുറാൻ 41:34 പറയുന്നത് ഈവിളിനെ അല്ലെങ്കിൽ നെഗറ്റീവിനെ പോസിറ്റീവ് കൊണ്ട് വരണമെന്നാണ്. എപ്പോഴെങ്കിലും അങ്ങ് കേരളത്തിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരണം. അറിയാമെന്നറിയില്ല, ഒരുപക്ഷെ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഫേസ് വാൾ പെയിൻറ്റിംഗ് ഉള്ളത് എൻ്റെ വീട്ടിലാണ്. 140 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് സന്തോഷം. നമുക്കപ്പം പോപ്പിന്റെ നിലപാടിൽ ഒരു ഐക്യമുള്ള സാഹോദര്യമുള്ള ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഓക്കെ, ഷുവറായിട്ട്. അല്ല, ഞങ്ങളുടെ പോപ്പിന്റെ നിയോഗങ്ങള്, പോപ്പിന്റെ ഇപ്പൊ എടുത്ത തീരുമാനങ്ങള്, പോപ്പിന്റെ പ്രാർത്ഥന, അതുപോലെ ഇപ്പൊ ഉള്ളത്. കാരണം വെച്ചാൽ എല്ലാവരും മിസ്യൂസ് ചെയ്യാണ്, ആത്മീയ തലങ്ങളെ മിസ്യൂസ് ചെയ്യാണ് എല്ലാവരും. ഇപ്പൊ കുർബാന പോലും, അതുകൊണ്ട് നിങ്ങൾ കുർബാനയിൽ പോലും ആൾക്കാർ എന്താ പറയാ, തർക്കങ്ങളൊക്കെ വരും, മനുഷ്യരല്ലേ. പക്ഷെ എന്തായാലും അല്ല, ലാർജർ ആ പോപ്പിന്റെ സ്പിരിറ്റിൽ പോകാൻ നമുക്ക് കഴിയട്ടെ. ഞാനപ്പോ ഒന്ന് പോവാ, എനിക്ക് ഇനി ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. താങ്ക് യു. അല്ല, ഞാൻ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല, ഏറ്റവും പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യും. ശരി, താങ്ക് യു. പബ്ലിക്കായിട്ട് വരാം. ഇത് പേഴ്സണൽ ആണ്. ഇത് ബ്രദർ ഞാൻ എന്താ പറയാ, ഏറ്റവും പോസിറ്റീവായിട്ട് ഇത് പോർട്രേ ചെയ്യൂ, സംശയമൊന്നുമില്ല. അങ്ങനെ ഞാൻ എല്ലാം പോസിറ്റീവായിട്ടേ കൊണ്ടുപോകും. അങ്ങയുടെ പേഴ്സണൽ ഐഡന്റിറ്റി വരികയില്ല. താങ്ക് യു. ഞാൻ വിളിച്ചോളാം. എനിക്ക് പേരൊന്നിട്ട് എങ്ങനെ നമ്പർ സേവ് ചെയ്തേ. ഓക്കെ ബ്രദർ, ഞാൻ മെസ്സേജ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്.